നമസ്കാരം. എതർനെറ്റ് കേബിൾ ക്രിമ്പിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിമ്പിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കളർ കോഡും ഒക്കെ മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ CAT 6 UTP കേബിളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ക്രിമ്പിംഗ് ടൂൾ, ക്രിം ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ക്രിമ്പിംഗ് ടൂൾ. ആദ്യമായി UTP കേബിളിൻ്റെ ഔട്ടർ ജാക്കറ്റ് റിമൂവ് ചെയ്യണം. ഏകദേശം 1 ഇഞ്ച് ലെങ്ത്തിലാണ് ജാക്കറ്റ് റിമൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ക്രിമ്പിംഗ് ടൂളിൻ്റെ സ്ട്രിപ്പിംഗ് സെക്ഷൻ ഉപയോഗിക്കാം. ടൂൾ ഹാൻഡിലിൻ്റെ അടുത്ത് കാണുന്ന റൗണ്ട് ഹോളാണ് സ്ട്രിപ്പിംഗ് സെക്ഷൻ. കേബിൾ സ്ട്രിപ്പിംഗ് സെക്ഷനിലേക്ക് ഇൻസേർട്ട് ചെയ്ത ശേഷം ടൂൾ ഹാൻഡിൽ പ്രസ് ചെയ്ത് വയർ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ക്രിമ്പിംഗ് ടൂൾ മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. ജാക്കറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ക്രിമ്പിംഗ് ടൂൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല. സ്നിപ്സോ നൈഫോ ഒക്കെ ഉപയോഗിക്കാം. ഇൻറ്റേർണൽ വയർ കട്ടായി പോകരുത്. അതിന് സ്ക്രാച്ച് ചെയ്യാനും പാടില്ല. ഇന്നർ പോർഷനിലിരിക്കുന്ന കോപ്പർ വയർ എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ വേണം ജാക്കറ്റ് റിമൂവ് ചെയ്യാൻ. ജാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 4 പെയർസ് ഓഫ് കളർ കോഡഡ് വയേഴ്സ് കാണാൻ വേണ്ടി കഴിയും. ഓരോ പെയറും ട്വിസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക് വയർ സെപ്പറേഷൻ കാണാം. അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമുക്ക് വയറിനെ അൺട്വിസ്റ്റ് ചെയ്ത് അതിനുശേഷം സ്ട്രെയിറ്റൻ ചെയ്യണം. എന്നിട്ട് വയേഴ്സിനെ പ്രോപ്പറായി അറേഞ്ച് ചെയ്യണം. റൈറ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി EIA TIA 568B സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാം. നമ്മളിവിടെ സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിമ്പിംഗ് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വയേഴ്സ് കളർ കോഡ് അനുസരിച്ച് അറേഞ്ച് ചെയ്ത ശേഷം ക്രിമ്പിംഗ് ടൂളിൻ്റെ കട്ടിംഗ് സെക്ഷൻ ഉപയോഗിച്ച് വയർ എഡ്ജ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. കട്ടിംഗ് സെക്ഷനിൽ പ്ലേസ് ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്ത ഓർഡർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തമ്പും ഇൻഡെക്സ് ഫിംഗറും ഉപയോഗിച്ച് വയേഴ്സ് ഹോൾഡ് ചെയ്ത ശേഷം ഏകദേശം 1/2 ഇഞ്ച് മെഷർ ചെയ്ത്, അതായത് വയർ RJ45 കണക്ടറിൻ്റെ ഗ്രൂവിലേക്ക് പ്രോപ്പറായി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ട ലെങ്ത്ത് കട്ട് ചെയ്യേണ്ടതാണ്. വയറിൻ്റെ എഡ്ജ് സെയിം ലൈനിൽ വരാൻ വേണ്ടിയാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. കണക്ടറിനകത്തേക്ക് വയർ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ RJ45ൻ്റെ പിൻസ് ടോപ്പിൽ വരുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ. കണക്ടറിനകത്ത് സ്മോൾ ഗ്രൂവ്സ് ഉണ്ട്. 8 വയേഴ്സും ഗ്രൂവ്സിനകത്തേക്ക് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആവണം. ഇനി കേബിൾ ക്രിമ്പിംഗ് ടൂളിൻ്റെ ക്രിമ്പിംഗ് സെക്ഷനിലേക്ക് ഇൻസേർട്ട് ചെയ്ത ശേഷം ടൂൾ ഹാൻഡിൽ പ്രസ് ചെയ്ത് ക്രിം ചെയ്യാം. ശേഷം ഹാൻഡിൽ റിലീസ് ചെയ്ത് കേബിൾ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കേബിളിൻ്റെ ഒരു എൻഡ് നമ്മൾ ക്രിം ചെയ്ത് കഴിഞ്ഞു. ഇനി അതർ എൻഡും ഇതേ രീതിയിൽ തന്നെ ക്രിം ചെയ്യുക. അതിനുശേഷം കേബിൾ ടെസ്റ്റർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.